താങ്കൾ അപ്പോളജൈസ് ചെയ്യണം. ഇ.പി. ജയരാജനെ കുറിച്ച് താങ്കൾ നടത്തിയ ക്രിറ്റിസിസം മിസ്ഗൈഡ് ചെയ്തു ഇന്നലെ മീറ്റ് എഡിറ്റേഴ്സിൽ എന്നാണ്. അങ്ങനെയല്ല, നമ്മൾക്ക് വസ്തുതകൾ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുക. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇ.പി. ജയരാജൻ മുൻകൂട്ടി താല്പര്യമെടുത്തുകൊണ്ടല്ല പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നതെന്ന് ടി.ജി. നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. പ്രകാശ് ജാവദേക്കറും മറിച്ചു പറഞ്ഞിട്ടില്ല. ഇന്നലത്തെ ചർച്ച താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞ പോയിന്റ് വളരെ ക്ലിയറാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. ഇ.പി. ജയരാജൻ മുൻകൈയെടുത്ത് അങ്ങോട്ട് നീക്കവും നടത്തിയിട്ടില്ല, അതിനൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ടി.ജി. നന്ദകുമാർ പറയുന്നത് തൃശ്ശൂർ വെച്ച് ലാവലിൻ മിഷൻ ഉണ്ടാക്കാമെന്നാണ്. അത് പുകമറയാണ്. അത് ആരുമായി സംസാരിച്ചു? ഹയറപ്പുമായി സംസാരിച്ചു എന്നുള്ളതാണ് ടി.ജി. നന്ദകുമാർ പറയുന്നത്. ടി.ജി. നന്ദകുമാർ അറിയാവുന്ന CPM-ലെ ഹയറപ്സാരും ടി.ജി. നന്ദകുമാറിന് വേണ്ടി ഈ BJP-ക്ക് വേണ്ടി ഒരു ഡീലിനിരിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേറെ തലയിൽ മറ്റെന്തെങ്കിലും സാധനം വേണം. തൽക്കാലം തലയിൽ ചാണകമല്ലാത്തത് കൊണ്ട് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിലൊരു ഡീൽ ആ വിഷയത്തിൽ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നതാണ് എനിക്കിതിനകത്തുള്ള വ്യക്തിപരമായ